കേരളത്തിൽ നയംമാറ്റത്തിന് ബി.ജെ.പി. മറ്റ് മതങ്ങൾക്ക് നേരെയുള്ള ഒരു കയ്യേറ്റവും അനുവദിക്കില്ലെന്ന് ബി.ജെ.പി. പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. മതസ്പർദ്ധ ഉണ്ടാക്കുന്ന പരാമർശങ്ങൾ ഒഴിവാക്കും. ഗവർണറുടെ സവർക്കർ പരാമർശത്തിൽ പരസ്യ പ്രതികരണമില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ ന്യൂസ് 18നോട്. റംസാന് പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് മോദിയുടെ സമ്മാനമായ ഭക്ഷ്യക്കിറ്റുകൾ നൽകാൻ ബി.ജെ.പി. യാക്കോബായ സഭയുടെ കാതോലിക്കയായി ജോസഫ് മാർ ഗ്രിഗോറിയസിന്റെ വാഴിക്കൽ ഇന്ന്. സ്ഥാനാരോഹണ ചടങ്ങ് ബെയ്റൂട്ടിലെ സെന്റ് മേരീസ് സിറിയൻ കത്തീഡ്രലിൽ രാത്രി 8:30. വാഴിക്കലിന് സാക്ഷ്യം വഹിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാർ പ്രതിനിധികളും. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ ദുരൂഹതയെന്ന് ബന്ധുക്കൾ. മരണത്തിന് കാരണം സഹപ്രവർത്തകനായ ഉദ്യോഗസ്ഥനെന്ന ആരോപണം. IBക്കും പോലീസിനും ബന്ധുക്കളുടെ പരാതി. സ്വകാര്യ സർവകലാശാല ബിൽ നിയമസഭ പാസാക്കി. പുതിയ കാൽവെപ്പെന്ന് മന്ത്രി. കച്ചവടത്തിനിടയാക്കുമെന്ന് പ്രതിപക്ഷം. കശുവണ്ടി കോർപ്പറേഷൻ അഴിമതിയിൽ INTUC നേതാവിന് വേണ്ടി വീണ്ടും സർക്കാർ. CBI കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ചു. R ചന്ദ്രശേഖരനെതിരെ അഴിമതിക്കോ ഗൂഢാലോചനയ്ക്കോ തെളിവില്ലെന്ന് സർക്കാർ. ഒഴിയില്ല. എന്താന്ന് വെച്ചാൽ കുറച്ച് മീൻ എടുത്തിട്ടാണ് ഞങ്ങൾക്ക് വിശപ്പിനെ ഉള്ളത് മാത്രം ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് മാറാൻ പോകും. അല്ലാണ്ട് ഞങ്ങൾ ഇനി എവിടെ പോയി ജീവിക്കാനാണിത്? മത്സ്യവില്പന സ്റ്റാളുകൾ പൊളിച്ചതിൽ പ്രതിഷേധിച്ച് വൈപ്പിനിലെ മത്സ്യത്തൊഴിലാളികൾ. അനധികൃത നിർമ്മാണമെന്ന് അധികൃതർ. ആശമാരുടെ സമരത്തിന് പിന്തുണയുമായി INTUC. ആരോഗ്യമന്ത്രിയുടെ വീട്ടിലേക്ക് മാർച്ച്. ആശമാരുടെ നിരാഹാര സമരം 6ാം ദിവസത്തിൽ. അമേരിക്കയുടെ സുപ്രധാന സൈനിക വിവരങ്ങൾ പങ്കുവയ്ക്കുന്ന സമൂഹ മാധ്യമ ഗ്രൂപ്പിൽ മാധ്യമപ്രവർത്തകൻ ഉൾപ്പെട്ടതിൽ അന്വേഷണം. ഗ്രൂപ്പ് അംഗമായത് ദ അറ്റ്ലാന്റിക് പത്രത്തിന്റെ എഡിറ്റർ ഇൻ ചീഫ്. വീഴ്ചയുണ്ടായത് അമേരിക്കയുടെ യമൻ ആക്രമണ പദ്ധതിയുടെ വിവരങ്ങൾ പങ്കുവച്ച ഗ്രൂപ്പിൽ. നിഷേധിക്കാതെ ട്രംപ്. സംസ്ഥാനത്ത് ബി.ജെ.പിയുടെ പ്രവർത്തന ശൈലി മാറും എന്ന് വ്യക്തമാക്കുന്നതാണ് സംസ്ഥാന അധ്യക്ഷ പദവി ഏറ്റെടുത്ത രാജീവ് ചന്ദ്രശേഖറിന്റെ വാക്കുകൾ. തീവ്ര ഹിന്ദുത്വ നിലപാടുകൾക്ക് തൽക്കാലം അവധി നൽകി ഇതര മതക്കാരെ പ്രകോപിപ്പിക്കുന്ന നീക്കങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനാണ് തീരുമാനം. കുമ്മനത്തിന്റെയും സുരേന്ദ്രന്റെയും ശൈലിയാവില്ല ഇനി കേരള ബി.ജെ.പിക്ക്. രാജീവ് ചന്ദ്രശേഖർ തീവ്ര ഹിന്ദുത്വ നിലപാടുകൾക്ക് താൽക്കാലിക അവധി നൽകും. സംഘപരിവാർ സംഘടനകൾ സൃഷ്ടിക്കുന്ന മതപ്രകോപനങ്ങളോട് അകലം പാലിക്കും. ബി.ജെ.പി. ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ മാറ്റമെന്നാണ് സൂചന. മറ്റിടങ്ങളിൽ സ്വീകരിക്കുന്ന തീവ്ര ഹിന്ദുത്വം കേരളത്തിൽ ബി.ജെ.പി. വളർച്ചയെ തടയുന്നു എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് തന്ത്രപരമായ ഈ നിലപാട് മാറ്റം. ന്യൂസ് 18 അഭിമുഖത്തിൽ രാജീവ് ചന്ദ്രശേഖർ നടത്തിയ പ്രതികരണത്തിൽ ഈ മാറ്റത്തിന്റെ സൂചനകൾ വ്യക്തമാണ്. അതിന് ഗവർണർ രാജേന്ദ്ര അർലേക്കർ ഏറ്റെടുത്ത സവർക്കർ വിവാദമായാലും തന്ത്രപരമായ നിലപാടാവും സ്വീകരിക്കുക. എല്ലാ ഇഷ്യൂസിനും ഞാൻ പോയി കമന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ആൾക്കാർക്ക് രണ്ട് വ്യൂ ഉണ്ട്. എന്നെ പറ്റി കോൺഗ്രസ്സുകാർ എന്തെങ്കിലും പറഞ്ഞാൽ അതിനെപ്പറ്റി ഞാൻ അവർ പോയി കേസ് ചെയ്ത് ക്ലാരിഫൈ ചെയ്യാൻ നോക്കും. ഇല്ല, സവർക്കറിനെ പറ്റി വേറെ ആർക്കെങ്കിലും ഒരു വ്യൂ ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, ഞങ്ങൾക്കൊരു വ്യൂ ഉണ്ട്. അത് ഞങ്ങളുടെ വ്യൂ ഞങ്ങൾ മാറില്ല. ക്രൈസ്തവ വിഭാഗത്തോടെടുക്കാൻ വലിയ പരിശ്രമം നടത്തുമ്പോൾ ഇതര മതക്കാരെ പ്രകോപിപ്പിക്കുന്ന നീക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനാണ് തീരുമാനം. ഇത്തരം പ്രസ്താവനകൾ ഒഴിവാക്കണമെന്ന് താഴെത്തട്ട് വരെ ബി.ജെ.പി. നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും രാജീവ് ചന്ദ്രശേഖർ. എനിക്ക് കേരളയിലെ എല്ലാ മലയാളികളുടെയും മതവും അവരുടെ റൈറ്റ് ടു റിലിജ്യൻ പ്രൊട്ടക്ട് ചെയ്യാൻ ഞാൻ ഇന്ന് കമ്മിറ്റ്മെന്റ് കൊടുക്കുന്നു. അത് എല്ലാ ബി.ജെ.പി. പ്രവർത്തകര്, അത് ചെറുതാണോ വലുതാണോ, നേതാവാണോ പിന്നെ ബൂത്ത് കമ്മിറ്റി മെമ്പറാണോ, നമ്മളെല്ലാവരും അൺആംബിഗ്വസ് വിശ്വസിക്കണം. നമ്മള് ഇങ്ങനെ ഒരു സാധനവും സപ്പോർട്ട് ചെയ്യില്ല. കേരള ബി.ജെ.പിയിൽ ഇനി ഗ്രൂപ്പുകൾക്ക് സ്ഥാനമില്ലെന്ന് പറയുമ്പോഴും പരമ്പരാഗത പ്രവർത്തന ശൈലി വിട്ടുള്ള ഈ മിതവാദ തന്ത്രം കേരളത്തിലെ ബി.ജെ.പി. നേതാക്കൾക്കും അണികൾക്കും എത്രത്തോളം ഉൾക്കൊള്ളാനാവുമെന്ന ചോദ്യം ബാക്കിയാണ്. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. റംസാന് മുസ്ലിങ്ങൾക്ക് സമ്മാനം നൽകാൻ ബി.ജെ.പി. 32 ലക്ഷം അർഹരായ മുസ്ലിങ്ങൾക്കാവും സമ്മാനം നൽകുക. സൗഗാത്-ഇ-മോദി ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് മുസ്ലിം വിഭാഗങ്ങൾക്ക് റംസാന് ഭക്ഷ്യക്കിറ്റുകൾ നൽകുന്നത്. മുമ്പ് ക്രിസ്മസിന് ക്രൈസ്തവ വീടുകളിൽ ബി.ജെ.പി. കേക്ക് വിതരണം ചെയ്തിരുന്നു.
കലൂർ സ്റ്റേഡിയത്തിൽ നൃത്ത പരിപാടിക്കിടെ ഉമാ തോമസ് MLA അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ GCDAക്ക് വീഴ്ച ക്ലീൻ ചിറ്റ് നൽകി പോലീസിന്റെ കുറ്റപത്രം. വേദിയൊരുക്കിയ മൃദംഗ വിഷ്ണു ഗുരുതര വീഴ്ച പറ്റിയെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. അന്വേഷണം പൂർത്തിയായ കേസിന്റെ കുറ്റപത്രം ഉടൻ നൽകും. നൃത്ത പരിപാടിയുടെ സംഘാടകരായ മൃദംഗ വിഷൻ അധികൃതരാണ് കേസിലെ പ്രതികൾ. സ്റ്റേജ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട ഒരു ചട്ടവും മൃദംഗ വിഷൻ പാലിച്ചിരുന്നില്ലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. നേരത്തെ GCDAയ്ക്കും പോലീസിനുമെതിരെ കോൺഗ്രസ് പരാതി നൽകിയിരുന്നു. എന്നാൽ അത്തരത്തിലൊരു വീഴ്ച പോലീസിനും GCDAയ്ക്കും സംഭവിച്ചിട്ടില്ലെന്നും അപകടത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം മൃദംഗ വിഷനാണെന്നുമുള്ള നിഗമനത്തിലാണ് പോലീസ്. 2024 ഡിസംബർ 29-നാണ് ഉമാ തോമസ് അപകടത്തിൽപ്പെട്ടത്. കേസിൽ 250ഓളം പേരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേസിൽ നടി ദിവ്യ ഉണ്ണിയുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് മൃദംഗ വിഷന്റെ ഡയറക്ടർ അടക്കമുള്ള 4 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. നൃത്ത പരിപാടിയുമായി ബന്ധപ്പെട്ട് 2 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒന്ന് ഉമാ തോമസിനുണ്ടായ അപകടവുമായി ബന്ധപ്പെട്ടും മറ്റൊന്ന് മൃദംഗ വിഷന്റെ സാമ്പത്തിക ഇടപാട് സംബന്ധിച്ചിട്ടുള്ളതാണ്. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള കേസിന്റെ അന്വേഷണവും പുരോഗമിക്കുകയാണ്. ന്യൂസ് 18 കൊച്ചി. തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥ മേഘയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം. മേഘയ്ക്ക് മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന കുടുംബം വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് IBക്കും പോലീസിനും പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ പ്രണയ തകർച്ചയാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന സൂചനയാണ് പോലീസ് ഇപ്പോഴും നൽകുന്നത്. പത്തനംതിട്ട കൂടൽ സ്വദേശിയായ മേഘയെ തിരുവനന്തപുരം ചാക്കയ്ക്ക് സമീപം റെയിൽവേ ട്രാക്കിൽ ഇന്നലെ രാവിലെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗം IB ഉദ്യോഗസ്ഥയാണ് മേഘ. കുടുംബ പ്രശ്നങ്ങളൊന്നുമില്ലാതിരുന്ന മേഘയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് കുടുംബം പറയുന്നത്. മേഘയുടെ ഫോൺ സൈബർ കുറ്റാന്വേഷണ വിഭാഗം പരിശോധിക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. മേഘയുടെ മരണത്തിൽ ദുരൂഹതയുണ്ട്, അതിൻ്റെ അന്വേഷണം വേണം. ഇപ്പോൾ തന്നെ ഞങ്ങൾ IBക്കും പേട്ട സ്റ്റേഷനിലും പരാതി നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തുടർ നടപടി സ്വീകരിക്കും. എന്താണ് ദുരൂഹതയായിട്ട് എന്താണ്? ദുരൂഹത ഞങ്ങൾ കാണുന്നുണ്ട്, അത് അന്വേഷണത്തിലൂടെ വ്യക്തമാകും. 1 വർഷം മുൻപാണ് മേഘ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ജോലിയിൽ പ്രവേശിച്ചത്. IB ഉദ്യോഗസ്ഥനുമായി മേഘ പ്രണയത്തിലായിരുന്നുവെന്നും ഈ ബന്ധത്തിൽ നിന്ന് യുവാവ് പിൻവാങ്ങിയതിന്റെ മനോവിഷമത്തിലാണ് മേഘ ആത്മഹത്യ ചെയ്തെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഫോൺ രേഖകളടക്കം പരിശോധിച്ച ശേഷമാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ന്യൂസ് 18 പത്തനംതിട്ട. കളമശ്ശേരി പോളിടെക്നിക് കഞ്ചാവ് കേസിലെ 1-ാം പ്രതി ആകാശിന് ജാമ്യമില്ല. പരീക്ഷ എഴുതാൻ ജാമ്യം നൽകണമെന്ന ആകാശിന്റെ ആവശ്യം അംഗീകരിച്ചില്ല. ഈ ഘട്ടത്തിൽ ജാമ്യം നൽകാനാവില്ലെന്ന് ഹൈക്കോടതി. ഡാനി ഇപ്പോൾ ചേരുകയാണ് വിവരങ്ങളുമായി. ഡാനി, എന്താണ് ഹൈക്കോടതി ഇക്കാര്യത്തിൽ നൽകിയിരിക്കുന്ന വിശദീകരണം? മഞ്ജുഷ്, ഇതിൽ പോലീസ് നൽകിയ റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോടതി തീരുമാനമെടുത്തിരിക്കുന്നത്. കാരണം ഈ ആകാശിന് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പങ്കുണ്ട്. ആകാശ് കേസിലെ 1-ാം പ്രതിയാണ്. മാത്രവുമല്ല, ഈ കഴിഞ്ഞ നാളുകളായി കളമശ്ശേരി പോളിടെക്നിക് കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള കഞ്ചാവ് വിൽപ്പന അടക്കം നടന്നിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അതെല്ലാം വളരെ കൃത്യമായി അറിയാവുന്നതും മറ്റ് ഇടപാടുകാരുമായി ബന്ധമുള്ള ഒരാളാണ് ആകാശ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇയാളെ പിടികൂടുമ്പോൾ തന്നെ ഇയാളിൽ നിന്ന് 1 കിലോയിലധികം കഞ്ചാവ് ഇയാളിൽ നിന്ന് മാത്രമായിട്ട് കണ്ടെടുക്കുകയും ചെയ്തു. അപ്പോൾ കേസുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളാണ്. 3 പേരാണ് അന്ന് പിടിയിലാവുകയും ചെയ്തത്. 2 പേർക്ക് അന്ന് സ്റ്റേഷൻ ജാമ്യം ലഭിക്കുകയും ചെയ്തിരുന്നു. ആകാശായിരുന്നു ഇത് നിയന്ത്രിച്ചതെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുകയും ചെയ്യുന്നത്. കേസിൽ ഇപ്പോൾ അന്വേഷണം തുടരുകയാണ്. നിരവധി പേര് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോഴും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഒരു മുഖ്യ കണ്ണികളിലേക്ക് എത്താനുള്ളൊരു ശ്രമമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഘട്ടത്തിൽ ഇയാൾക്ക് ജാമ്യം അനുവദിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് അന്വേഷണ സംഘം പോലീസ് ഇതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തത്. ഇതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് കോടതി ആ പരീക്ഷ എഴുതുക എന്ന കാരണം പറഞ്ഞുകൊണ്ട് ജാമ്യം അനുവദിക്കാൻ കഴിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നതാണ്. ശരി, ഡാനിപ്പോളാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് വടക്കഞ്ചേരിയിൽ ലഹരി ഇടപാടുകാരെ പിടികൂടാൻ ശ്രമിച്ച പോലീസുകാരന് നേരെ വധശ്രമം. വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ ASI ഉവൈസിനെയാണ് കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഉവൈസിന്റെ കാലിന് പരിക്കേറ്റിട്ടുണ്ട്. ലഹരി ഇടപാട് നടത്തി തിരികെ വരുമ്പോൾ പോലീസ് കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് പ്രതി കാറിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. കൂടെയുള്ള പോലീസുകാർ ചാടി മാറിയതിനാൽ മറ്റപകടം ഉണ്ടായില്ല. സംഭവത്തിന് പിന്നിൽ കല്ലിങ്കൽപ്പാടം സ്വദേശിയായ ലഹരി ഇടപാടുകാരനാണെന്നാണ് സംശയിക്കുന്നത്. അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം കഞ്ചാവ് വിൽപ്പന നടക്കുന്നുണ്ട്, ഒരു ഡീലിങ്സ് നടക്കുന്നുണ്ട് എന്നുള്ളൊരു രഹസ്യവിവരത്തെ തുടർന്ന് CI സാറും SI സാറും നിർദ്ദേശപ്രകാരം
ഞങ്ങൾ 4 പേര് 2 ബൈക്കിലായിട്ട് പോയതാണ്. ശങ്കരൻകണ്ണന്തോട് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ആളൊഴിഞ്ഞ തൊടിയിൽ ഡീലിങ്സ് നടക്കുന്നുണ്ടായിരുന്നു. അവർ പെട്ടെന്ന് വണ്ടി എടുത്തിട്ട് പോയി. അപ്പോൾ വേറെ റോഡിൽ വെച്ച് ഞങ്ങൾ പുറകെ പോയി. അപ്പോൾ അവൻ ഒരു ഭാഗത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വണ്ടി വട്ടം വെച്ചതാണ്. പാലക്കാട് വാളയാറിൽ MDMAയുമായി പിടിയിലായ അമ്മയും മകനും എക്സൈസിന്റെ നോട്ടപ്പുള്ളികളാണ്. പിടിയിലായ അശ്വതി ബംഗളൂരുവിൽ നിന്ന് വർഷങ്ങളോളം ലഹരി കടത്തിയെന്നും എക്സൈസ് പറയുന്നു. കഴിഞ്ഞ ദിവസം വാളയാർ ചെക്ക് പോസ്റ്റിൽ നടത്തിയ തെരച്ചിലിലാണ് മയക്കുമരുന്ന് സംഘം പിടിയിലായത്. തൃശൂർ സ്വദേശി അശ്വതി, മകൻ ഷോൺ സണ്ണി, കോഴിക്കോട് എലത്തൂർ സ്വദേശികളായ P മൃദുൽ, അശ്വിൻ ലാൽ എന്നിവരാണ് എക്സൈസിന്റെ പിടിയിലായത്. ബംഗളൂരുവിൽ നിന്നാണ് MDMAയുമായി ഇവരെത്തിയത്. ചെക്ക് പോസ്റ്റിലെത്തിയപ്പോൾ സംശയം തോന്നിയ എക്സൈസ് സംഘം വാഹനം പരിശോധിക്കുകയായിരുന്നു. മയക്കുഗുളികകളും സിറിഞ്ചുകളും പിടിച്ചെടുത്തു. കഴിഞ്ഞ 5-ാം തീയതി മുതൽ കേരള സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് എന്നൊരു ലഹരിക്കെതിരെയുള്ളൊരു പരിപാടിയാണ്. അതിന്റെ ഭാഗമായിട്ട് ഊർജിതമായിട്ടുള്ള വാഹന പരിശോധനയും മറ്റും നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വാഹന പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കാറിൽ നിന്നാണ് ഈ പ്രതികളെ MDMA പിടികൂടുന്നത്. ഇവര് ബാംഗ്ലൂരിൽ നിന്നാണ് കൊണ്ടുവരുന്നതാണ് അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഇത് ഉദ്ദേശം 12 ഗ്രാമോളം ഉണ്ട്. MDMA ആണ്, മാരക മയക്കുമരുന്നായിട്ടുള്ള MDMA ആണ് ഇപ്പോൾ കണ്ടെടുത്തിട്ടുള്ളത്. നേരത്തെയും അശ്വതി ലഹരി കടത്തിയിരുന്നതായാണ് എക്സൈസ് പറയുന്നത്. ഭർത്താവ് ഉപേക്ഷിച്ചു പോയതിനു ശേഷമാണ് ലഹരി ഉപയോഗം തുടങ്ങിയതെന്നാണ് പിടിയിലായ അശ്വതിയുടെ മൊഴി. എലത്തൂർ സ്വദേശി മൃദുലിന്റെ പ്രേരണയിലാണ് ലഹരി ഉപയോഗത്തിലേക്കും കടത്തിലേക്കും എത്തിയത്. മയക്കുമരുന്ന് എറണാകുളത്തെത്തിച്ച് ചില്ലറ വിൽപ്പന നടത്തുന്നതാണ് സംഘത്തിന്റെ രീതി. സംഘത്തിലെ കൂടുതൽ പേർക്കായി അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് 18 പാലക്കാട്. കായംകുളത്ത് കോളേജിനടുത്ത് നിന്ന് MDMAയുമായി യുവാക്കൾ പിടിയിലായി. കരുനാഗപ്പള്ളി സ്വദേശി റീഗൽ രാജ്, മൈനാഗപ്പള്ളി സ്വദേശി ആകാശ് എന്നിവരാണ് പിടിയിലായത്. MSM കോളേജിന് സമീപത്ത് നിന്നാണ് ഇവർ പിടിയിലായത്. 23 ഗ്രാം MDMA യുവാക്കളിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. കൊച്ചിയിൽ ലഹരി വിൽപ്പനയ്ക്കായി ലൈവ് ഡീലുമായി പ്രത്യേക സംഘം. 2 പേർ പിടിയിലായിട്ടുണ്ട്. കഞ്ചാവിന്റെ സാമ്പിൾ കാണിച്ച് ലഹരിയുടെ തോത് മനസ്സിലാക്കിയാണ് വിൽപ്പന. സംഘത്തിൽ നിന്ന് 2.5 കിലോയിലധികം കഞ്ചാവ് പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. മേഖല തുരങ്കം ഭാഗത്തു നിന്ന് 2 അന്യസംസ്ഥാന തൊഴിലാളികളിൽ നിന്നായിട്ട് 2.5 കിലോയോളം കഞ്ചാവ് സീസ് ചെയ്യാനായിട്ട് ഇടയായിട്ടുള്ളത്. അവർ 2 പേരാണുള്ളത്. അതിനകത്ത് ഇദ്ദേഹം കറുത്ത ഷർട്ട് ധരിച്ചയാള് അസം സ്വദേശിയാണ്. ബൾക്ക് ക്വാണ്ടിറ്റി കഞ്ചാവ് കൊണ്ടുവന്ന് നമ്മുടെ മേഖല ഭാഗങ്ങളിലുള്ള അന്യസംസ്ഥാന തൊഴിലാളികൾക്കും അതുപോലെ മറ്റ് നമ്മുടെ സ്വദേശികളായിട്ട് ആളുകൾക്കും വിൽപ്പന നടത്തുന്ന ഒരു ആളാണ് അദ്ദേഹം. അത് കൂടെ ഉള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുകയാണ്. ഡാനി, എന്തായിരുന്നു ഇവരുടെ വിൽപ്പന രീതി? ഒറീസ സ്വദേശി സന്തോഷ് മഹന്തി, അസം സ്വദേശി ദിനുൾ ഇസ്ലാം എന്നിവരെയാണ് കുറുപ്പുംപടി പോലീസ് പിടികൂടിയത്. ഇവരുടെ കയ്യിൽ നിന്ന് 2.5 കിലോയിലധികം കഞ്ചാവ് കണ്ടെടുക്കുകയും ചെയ്തു. ഇവരെ ഈ സാമ്പിൾ കാണിച്ച് അത് ലൈവ് ഉറപ്പിക്കുന്ന രീതിയാണ് ഇവരിൽ ഉണ്ടായിരുന്നത്. ഒരാൾ വലിയ അളവിൽ കഞ്ചാവ് പിന്നീട് ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകുകയും ചെയ്തു. അത് ആവശ്യക്കാരുടെ അടുത്തേക്ക് സാമ്പിൾ കൊണ്ടുപോവുകയും ഇതിന്റെ ലഹരിയുടെ തോത് അത് അവർക്ക് അനുഭവിക്കാനുള്ള ഒരു അവസരം നൽകുകയും ചെയ്യും. അതിനുശേഷമാണ് ഡീൽ ഉറപ്പിക്കുന്നത്. ഇതിനുശേഷമാണ് ഈ കഞ്ചാവ് വലിയ തോതിൽ ഇവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നത്. അങ്ങനെ വലിയ രീതിയിൽ ഇത് ഉപയോഗിച്ച ശേഷം മതി എന്ന രീതിയിലേക്കെല്ലാം തന്നെ കഞ്ചാവ് വിൽപ്പന എത്തിയിരിക്കുന്നു എന്നതാണ്. അവരെയാണ് ഇപ്പോൾ കുറുപ്പുംപടി പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഇതുമായി സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. മഞ്ജു. ശരി, ഡാനിപ്പോളാണ് വിവരങ്ങൾ നൽകിയത്. യാക്കോബായ സഭയുടെ പുതിയ ശ്രേഷ്ഠ കാതോലിക്ക ബാവയായി ജോസഫ് മാർ ഗ്രിഗോറിയസിന്റെ സ്ഥാനാരോഹണം ഇന്നാണ്. ഇന്ത്യൻ സമയം രാത്രി 8:30 ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിലെ സെയിന്റ് മേരീസ് പാത്രിയാർക്ക കത്തീഡ്രലിലാണ് ചടങ്ങ്. സഭയുടെ പരമാധ്യക്ഷൻ ഇഗ്നാത്തിയോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും. 2 പതിറ്റാണ്ടിലേറെ സഭയുടെ കാതോലിക്ക ബാവയായിരുന്ന ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവയുടെ വിയോഗത്തെ തുടർന്നാണ് പുതിയ കാതോലിക്ക ബാവയുടെ സ്ഥാനാരോഹണം. ചടങ്ങിൽ യാക്കോബായ സഭയുടേതടക്കം സിറിയൻ ഓർത്തഡോക്സ് സഭയിലെ മറ്റു മെത്രാപ്പൊലിത്തമാർ സഹകാർമ്മികരാകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സഭാ വക്താവ് കുര്യാക്കോസ് മോർ തെയോഫിലോസ് മെത്രാപ്പൊലിത്ത പറഞ്ഞു. യാക്കോബായ സഭാംഗങ്ങളുടെ പ്രതിനിധി സംഘവും മാർത്തോമാ സഭയുടെ ജോസഫ് മാർ ബർണബാസ് അഫ്രഗൻ മെത്രാപ്പൊലിത്തയും ബെയ്റൂട്ടിൽ എത്തിയിട്ടുണ്ട്.
മലങ്കര കത്തോലിക്ക സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവ ചടങ്ങിൽ പങ്കെടുക്കും. മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധി സംഘവും ചടങ്ങിൽ സന്നിഹിതരാകും. മുൻ കേന്ദ്രമന്ത്രിമാരായ വി മുരളീധരൻ, അൽഫോൺസ് കണ്ണന്താനം തുടങ്ങിയവർ ഉൾപ്പെടുന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി സംഘവും ചടങ്ങുകളിൽ പങ്കെടുക്കും. ചടങ്ങുകൾ തത്സമയം വീക്ഷിക്കാൻ അവസാനത്തെ യാക്കോബായ പള്ളികളിൽ പ്രത്യേക സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. ADGP MR അജിത് കുമാറിനെതിരെ വിജിലൻസ് നൽകിയ ക്ലീൻ ചിറ്റ് കോടതിയെ അറിയിക്കാതെ സർക്കാർ. അന്വേഷണം പൂർത്തിയായില്ലെന്നും പൂർത്തിയാക്കാൻ 45 ദിവസത്തെ സമയം വേണമെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. പൂരവിവാദത്തിലെ ത്രിതല അന്വേഷണത്തിന്റെ ഭാഗമായി മന്ത്രി കെ രാജനിൽ നിന്ന് അന്വേഷണ സംഘം മൊഴിയെടുക്കും. MR അജിത് കുമാർ നേരിടുന്ന ആരോപണങ്ങളിൽ നേരത്തെ വിജിലൻസ് ക്ലീൻ ചിറ്റ് നൽകിയിരുന്നു. സർക്കാരിന്റെ പരിഗണനയിലുള്ള ഈ റിപ്പോർട്ട് പക്ഷേ ഇന്ന് കോടതിയിലെത്തിയില്ല. അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഇന്ന് കോടതി പരിഗണിച്ചപ്പോൾ വിജിലൻസ് മലക്കം മറിഞ്ഞു. അന്വേഷണം പൂർത്തിയായില്ലെന്നും 45 ദിവസത്തെ സമയം വേണമെന്നുമായിരുന്നു കോടതിയെ അന്വേഷണ സംഘം അറിയിച്ചത്. വിജിലൻസിന്റെ ക്ലീൻ ചിറ്റ് സർക്കാർ വിശ്വാസത്തിലെടുക്കുന്നില്ല എന്നതിന്റെ സൂചനയാണിത്. അടുത്ത സംസ്ഥാന പോലീസ് മേധാവിയാവാൻ സാധ്യതയുള്ള 6 പേരുടെ പട്ടികയിൽ MR അജിത് കുമാറും ഉൾപ്പെട്ടിട്ടുണ്ട്. വിജിലൻസ് അന്വേഷണം പ്രതിസന്ധിയായിരിക്കെയാണ് കഴിഞ്ഞ ദിവസം അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകി വിജിലൻസ് അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചത്. അജിത് കുമാറിനെ പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിലുള്ള അതൃപ്തി പ്രകടമാക്കുന്നതാണ് മന്ത്രി കെ രാജന്റെ വാക്കുകൾ. എന്ന് നിങ്ങളുടെ അഭിപ്രായമാണ്, എനിക്ക് അഭിപ്രായമില്ല. ഇതൊക്കെ നമ്മളെങ്ങനെയാണ് നിശ്ചയിക്കുക? എങ്ങനെയാണ് നമ്മൾ നിശ്ചയിക്കുക? ഏഷ്യാനെറ്റിന്റെ ചീഫ് ഇപ്പൊ BJPയുടെ പ്രസിഡന്റ് ആവും, നമ്മൾ ആരെങ്കിലും കരുതിയോ? ആയി. അപ്പൊ ആ യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊണ്ടു. ഇങ്ങനെ ഞാൻ റവന്യൂ മന്ത്രിയാവുന്ന ആരെങ്കിലും കരുതിയോ? റവന്യൂ മന്ത്രിയായി. അപ്പൊ ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടു. ഇനി എങ്ങനെയായിരിക്കും ആരായിരിക്കും വരിക എന്നുള്ളത് നോക്കി നമുക്ക് തീരുമാനിക്കാം. ആ ഘട്ടത്തിൽ പറയാം. വർത്തമാനത്തിനോട് പ്രതികരണമുള്ളൂ. ഭൂതത്തിനോടും വർത്തമാനത്തിനോടും പ്രതികരണമുണ്ട്, ഭാവിയോട് പ്രതികരണം ഇല്ല. ഇപ്പോൾ ഇതിനിടെ പൂരം കലക്കൽ വിവാദത്തിൽ മന്ത്രി കെ രാജനിൽ നിന്നും മൊഴിയെടുക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. നിയമസഭ പൂർത്തിയാവുന്ന മുറയ്ക്ക് മൊഴി നൽകാൻ തയ്യാറാണെന്ന് മന്ത്രി അന്വേഷണ സംഘത്തെ അറിയിച്ചിട്ടുണ്ട്. പൂരവുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ? പൂരവുമായി ബന്ധപ്പെട്ട കാര്യം ആവശ്യപ്പെട്ടാൽ മൊഴി രേഖപ്പെടുത്താനുള്ള അവസരം കൊടുക്കും. അത് അന്വേഷണ ഏജൻസിക്ക് ആരെയും മൊഴി രേഖപ്പെടുത്താൻ അവസരം ഉണ്ടാകും. നിയമസഭയുടെ തിരക്ക് നടക്കുന്നതുകൊണ്ട് അവർ വന്നിരുന്നു, നമുക്കൊരു സമയം കണ്ടെത്താൻ പറ്റിയിട്ടില്ല. കണ്ടെത്തിയാൽ അത് കൊടുക്കും. അതിന് വേറെ പ്രയാസമുള്ള കാര്യമൊന്നും. അജിത് കുമാറും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയെന്നാരോപിച്ചുള്ള ഹർജി ഇന്ന് വിജിലൻസ് കോടതിയുടെ പരിഗണനയ്ക്കെത്തി. മെയ് 6 ഈ ഹർജി കോടതി പരിഗണിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. സ്വകാര്യ സർവകലാശാല ബിൽ നിയമസഭ പാസാക്കി. ഇടത് സർക്കാരിന്റെ പുതു കാൽവെപ്പെന്നാണ് മന്ത്രി ആർ ബിന്ദു പറഞ്ഞത്. സർക്കാരിന്റെ നിയന്ത്രണം സർവകലാശാലകളിൽ ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. കൃത്യമായിട്ടുള്ള സാമൂഹ്യ നിയന്ത്രണങ്ങളോടെ നമുക്കെല്ലാവർക്കും തന്നെ വളരെ നിശിതമായിട്ട് ജാഗ്രതാപൂർവം ഇടപെടാൻ കഴിയുന്ന വിധത്തിൽ തന്നെയാവും സ്വകാര്യ സർവകലാശാലകളുടെ രൂപീകരണവും മുന്നോട്ട് പോകും എന്ന് ഞാൻ അറിയിക്കുകയാണ്. ഈ ബില്ലുമായി ബന്ധപ്പെട്ട് വളരെ പോസിറ്റീവായ ചർച്ചകൾ നടത്തുകയും അതിൻ്റെ പ്രായോഗിക ആവിഷ്കാരത്തിന് സഹായകരമായ ഒട്ടേറെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്ത എല്ലാ ബഹുമാന്യരായ സാമാജികർക്കും ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. എന്നാൽ ബിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കച്ചവടത്തിനിടയാക്കുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഗൗരവമായ പരിശോധന നടത്തണമെന്നും ബില്ലിനെ തത്വത്തിൽ എതിർക്കുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. അപ്പം നമ്മൾ ഇത് കൊണ്ടുവരുമ്പോൾ അത് പബ്ലിക് യൂണിവേഴ്സിറ്റികളിലും അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന ക്യാമ്പസുകളിലും ഉണ്ടാകാൻ പോകുന്നത് എന്താണ് എന്ന് പഠിച്ചിട്ട് വേണം അത് ചെയ്യാനെന്നാണ് ഞങ്ങളുടെ നിർദ്ദേശം. ഞങ്ങൾക്ക് അതല്ലേ പറയാൻ പറ്റുള്ളൂ. ഹൗസിൽ നിങ്ങൾക്ക് ഭൂരിപക്ഷത്തോടെ നിങ്ങൾ പാസ്സാക്കാം. ഞങ്ങൾ ഇൻ പ്രിൻസിപ്പിൾ അതിനെ എതിർക്കുന്നില്ല. കൂടുതൽ വിവരങ്ങളുമായി VV അരുൺ ചേരുകയാണ്. അരുൺ, മുമ്പ് എതിർത്തിരുന്ന ഒരു നിലപാടാണ്, അതാണ് ഇപ്പോൾ മാറ്റം വരുത്തിയിരിക്കുന്നത്. വിശദീകരിക്കുവാൻ സർക്കാരിന് കഴിയുന്നുണ്ടോ? എന്തായിരുന്നു പ്രതിപക്ഷത്തിന്റെ നിലപാട്? സംസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ ആവശ്യത്തിനനുസരിച്ചാണ് നയത്തിൽ മാറ്റം വരുത്തുന്നതാണ് സർക്കാരിന്റെ വിശദീകരണം. നേരത്തെ വിദ്യാഭ്യാസ കച്ചവടം എന്ന പേര് വിളിച്ചാണ് ഇത്തരത്തിലുള്ള സ്വകാര്യ വിദ്യാഭ്യാസ നിക്ഷേപങ്ങളെയൊക്കെ CPM എതിർത്തത്. പക്ഷേ ഇപ്പോൾ സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖല, പൊതു സർവകലാശാലകളൊക്കെ ശാക്തീകരിക്കപ്പെട്ടു. ഇനി സ്വകാര്യ മേഖലയ്ക്കും സംസ്ഥാനത്തെ വിദ്യാഭ്യാസ രംഗത്ത് നിരവധി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അവിടെ സാമൂഹ്യ നീതിയും സാമൂഹ്യ നിയന്ത്രണവും ഒക്കെ ഉറപ്പുവരുത്തിക്കൊണ്ട്, സർക്കാർ നിയന്ത്രണവും ഒക്കെ ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള നിർദ്ദേശങ്ങളാണ് ബില്ലിലുള്ളതെന്നാണ് സർക്കാരിന്റെ വാദം. എന്നാൽ പ്രതിപക്ഷം അതിനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. പ്രതിപക്ഷം ഈ സർക്കാർ നയമാറ്റത്തെ സ്വാഗതം ചെയ്തു. ബില്ലിനെ തത്വത്തിൽ എതിർക്കുന്നില്ല എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഒരു വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞത് KK രമയാണ്. അവർ പറഞ്ഞത് ബില്ലിനെ പൂർണ്ണമായും എതിർക്കുന്നു എന്നാണ്. UDFന്റെ പൊതുനിലപാട് വിരുദ്ധമായി KK രമ പറഞ്ഞത്. മറ്റുള്ള MLA മാരെല്ലാം
ബില്ലിലെ സ്വകാര്യ സർവകലാശാല തീരുമാനത്തെ അനുകൂലിക്കുകയും എന്നാൽ ബില്ലിലെ വ്യവസ്ഥകൾ അത് സാമൂഹ്യ നീതിക്ക് ഗുണം ചെയ്യുന്നതല്ല, പിന്നാക്കക്കാരായ സാമ്പത്തികമായും സാമൂഹ്യമായും പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനാവസരം നിഷേധിക്കപ്പെടും, ഇത് വിദ്യാഭ്യാസ കച്ചവടത്തിന് വഴിവെക്കുമെന്ന ആശങ്കയാണ് പ്രതിപക്ഷം പൊതുവിൽ ഉന്നയിച്ചത്. പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് കാര്യമായ ഭേദഗതികളൊന്നും വരുത്താതെ സർക്കാർ ഈ സ്വകാര്യ സർവകലാശാലയ്ക്ക് അനുമതി നൽകാനുള്ള നിയമനിർമ്മാണത്തിന്റെ പ്രധാന ഘട്ടം കടക്കുകയാണ്. നിയമസഭ ബില്ല് പാസാക്കിയിരിക്കുന്നു. ഇനി ഗവർണറുടെ അനുമതിയാണ് വേണ്ടത്. അതിനും കാര്യമായ തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ അധികം വൈകാതെ സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാല എന്നത് യാഥാർത്ഥ്യമായി മാറും. CPM-ന്റെ വിദ്യാഭ്യാസ നയത്തിൽ, സ്വകാര്യ നിക്ഷേപ നയത്തിൽ വലിയ മാറ്റം വരുന്ന കാലമാണിത്. അവിടേക്കാണ് സ്വകാര്യ സർവകലാശാലകൾ കൂടി സംസ്ഥാനത്ത് യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. ശരി, വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. സ്വകാര്യ സർവകലാശാല ബിൽ നിയമസഭ പാസാക്കി. തൊഴിലുറപ്പ് പദ്ധതിയുടെ കുടിശ്ശിക നൽകണമെന്നാവശ്യപ്പെട്ട് ലോക്സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. തമിഴ്നാട്ടിൽ നിന്നുള്ള MP-മാരുടെ നേതൃത്വത്തിൽ അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങിയതോടെ സഭാ നടപടികൾ നിർത്തിവെച്ചിരുന്നു. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിന്റെ മുസ്ലിം സംവരണ പരാമർശവും ഭരണപക്ഷം സഭയിൽ ഉന്നയിച്ചു. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വിഷയത്തിൽ സംയുക്ത പാർലമെന്ററി സമിതി കാലാവധി മൺസൂൺ സമ്മേളനം വരെ നീട്ടാനുള്ള പ്രമേയം ലോക്സഭ അംഗീകരിച്ചു. ഡൽഹി ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് കെട്ടുകണക്കിന് നോട്ടുകെട്ടുകൾ കണ്ടെടുത്ത വിഷയത്തിൽ രാജ്യസഭാ അധ്യക്ഷൻ ജഗ്ദീപ് ധൻഖർ ഇന്ന് വൈകിട്ട് സഭാ നേതാവ് JP നദ്ദയുമായും രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെയുമായും കൂടിക്കാഴ്ച നടത്തും. കശുവണ്ടി വികസന കോർപ്പറേഷനിലെ 500 കോടിയുടെ അഴിമതി ഇടപാടിൽ INTUC നേതാവ് R ചന്ദ്രശേഖരനെ സംരക്ഷിച്ച് സർക്കാർ. ചന്ദ്രശേഖരനെയും ഉദ്യോഗസ്ഥനായ KA രതീഷിനെയും പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി വ്യവസായ വകുപ്പ് നിഷേധിച്ചു. CBI രജിസ്റ്റർ ചെയ്ത കേസിലാണ് കോൺഗ്രസ് നേതാവിനും ഉദ്യോഗസ്ഥ പ്രമുഖനും സർക്കാരിന്റെ സംരക്ഷണം. 2006-നും 2015-നും ഇടയിൽ കശുവണ്ടി വികസന കോർപ്പറേഷൻ അസംസ്കൃത കശുവണ്ടി ഇറക്കുമതി ചെയ്തതിൽ 500 കോടിയോളം രൂപയുടെ അഴിമതി നടന്നുവെന്നാണ് കേസ്. സർക്കാരിന് വേണ്ടിയാണ് കശുവണ്ടി ഇറക്കുമതി ചെയ്തതെന്നും അതിനാൽ പ്രോസിക്യൂട്ട് ചെയ്യണമെങ്കിൽ സർക്കാരിന്റെ അനുമതി വേണമെന്നുമായിരുന്നു പ്രതികളുടെ വാദം. അതിനാലാണ് CBI പ്രോസിക്യൂഷൻ അനുമതി തേടിയത്. അനുമതി വൈകിയതിനെ തുടർന്ന് കോടതി ഇടപെടുകയും ഉടൻ തീരുമാനമെടുക്കാൻ സർക്കാരിനോട് നിർദ്ദേശിക്കുകയും ചെയ്തു. അഴിമതിക്കോ ഗൂഢാലോചനയ്ക്കോ തെളിവില്ലെന്ന മുൻ നിലപാട് പുനഃപരിശോധിക്കാൻ തക്ക വസ്തുതകൾ CBI ഹാജരാക്കിയിട്ടില്ലെന്ന് കഴിഞ്ഞ ശനിയാഴ്ച വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷ് പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു. വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള കണ്ടെത്തലുകളല്ല പ്രസ്താവനകളാണ് കുറ്റപത്രത്തിൽ ഉള്ളതെന്നും വ്യവസായ വകുപ്പ് വിശദീകരിക്കുന്നു. പ്രതികൾക്ക് രാഷ്ട്രീയ സംരക്ഷണം നൽകാനുള്ള തീരുമാനത്തിന്റെ ഭാഗമാണ് സർക്കാർ നടപടിയെന്നാണ് വിമർശനം. ഈ സ്ഥാപനത്തിൽ നിന്നും 500 കോടിയിലധികം രൂപയുടെ അഴിമതി നടത്തിയിട്ടുണ്ട്. ഈ പണവും ആണ് ഈ രതീഷിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ആ രതീഷിന് നേരത്തെ കശുവണ്ടി വികസന കോർപ്പറേഷനിൽ ഒരു സ്ഥാപനത്തിന്റെ ചാർജ് മാത്രമേ ഉള്ളായിരുന്നു MD എന്ന നിലയിൽ. ഇപ്പൊ പിണറായി സർക്കാരിൽ ഖാദി ബോർഡിന്റെയും റൂട്രോണിക്സ് എന്നും പറഞ്ഞൊരു സ്ഥാപനത്തിന്റെ 2 പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ചുമതലയാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. അഴിമതി നടത്തുന്നവർക്ക് അവർക്ക് വ്യക്തമായി അവരെ സംരക്ഷിക്കും. CPM-ലെ കണ്ണൂർ നേതൃത്വവുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഉദ്യോഗസ്ഥനാണ് രതീഷ്. സമീപകാലത്ത് ചന്ദ്രശേഖരൻ CPM അനുകൂല പ്രസ്താവനകൾ നടത്തിയത് കോൺഗ്രസിനുള്ളിൽ തന്നെ വിവാദമായിരുന്നു. ഹർജി 28-ന് കോടതി വീണ്ടും പരിഗണിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. തൊടുപുഴയിൽ വ്യാപാരിയായ ബിജു ജോസഫിനെ കൊലപ്പെടുത്തിയ കേസിൽ നിർണായക തെളിവായ വാൻ കണ്ടെടുത്തു. പ്രതി ജോമോന്റെ സുഹൃത്തിന്റേതാണ് വാൻ. വ്യക്തിപരമായ ആവശ്യത്തിനെന്ന പേരിലാണ് വാഹനം വാങ്ങിയതെന്നും പോലീസ് എത്തിയപ്പോഴാണ് കൊലപാതകത്തെക്കുറിച്ച് അറിയുന്നതെന്നും വാഹന ഉടമ പറയുന്നു. പ്രതികളെ ഇന്ന് തെളിവെടുപ്പിന് കൊണ്ടുവന്നു. ബിജു ജോസഫിന്റെ കൊലപാതകത്തിൽ നിർണായക തെളിവായ വാനാണ് ഇന്ന് കണ്ടെത്തിയത്. പ്രതിയായ ജോമോന്റെ സുഹൃത്ത് സിജോയുടെ ഉടമസ്ഥതയിലുള്ളതാണ് വാൻ. ജോമോൻ ഭാര്യയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ എന്ന പേരിലാണ് വാൻ വാങ്ങിയത്. കൊലപാതകത്തിന് ശേഷം രാവിലെ വാഹനം അഞ്ചരക്കവലയിലെ സുഹൃത്തിന്റെ വീട്ടിലെത്തിച്ചു മടക്കി നൽകി. പോലീസ് എത്തിയപ്പോൾ മാത്രമാണ് കൊലപാതകത്തെക്കുറിച്ച് അറിഞ്ഞതെന്നും ഉടമ സിജോ പറയുന്നു. ഹോസ്പിറ്റലിൽ പോകാൻ വാഹനം എടുത്തുകൊണ്ട് പോയത് ബുധനാഴ്ച എടുത്തുകൊണ്ട് പോയി. വ്യാഴാഴ്ച രാവിലെ 9 മണിയാകുമ്പോൾ തിരിച്ചുകൊണ്ടിടുകയും ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ വാർത്തയിൽ വന്നപ്പോഴാണ് നമ്മൾ സംഭവം അറിയുന്നത്. ജോമാനെ നേരത്തെ അറിയാം? ജോമാനോട് പണ്ട് കാറ്ററിംഗ് വിളിക്കുന്നുണ്ട്. ബിജുവിനെ അറിയാം? ബിജുവിനെ പണിക്ക് പോയിട്ടുണ്ട്. വാനിന്റെ പിൻസീറ്റിലും പ്ലാറ്റ്ഫോമിലും രക്തക്കറ കണ്ടെത്തി. കടത്തിക്കൊണ്ടുപോയ ബിജുവിന്റെ സ്കൂട്ടർ കൊച്ചി വൈപ്പിനിൽ ഉപേക്ഷിച്ചെന്നാണ് പ്രതികളുടെ മൊഴി. കേസിലെ 2ാം പ്രതി ആഷിഖിനെയും തൊടുപുഴയിലെത്തിച്ച് തെളിവെടുക്കും. ന്യൂസ് 18 തൊടുപുഴ. കോഴിക്കോട് ബാലുശ്ശേരിയിൽ അച്ഛനെ വെട്ടിക്കൊന്ന മകൻ പോലീസിന്റെ കസ്റ്റഡിയിലായി.
പനായി പുത്തൂർവട്ടം സ്വദേശി അശോകനാണ് കൊല്ലപ്പെട്ടത്. മാനസിക വെല്ലുവിളി നേരിടുന്ന മകൻ സുധീഷാണ് അച്ഛനെ കൊലപ്പെടുത്തിയത്. അശോകന്റെ ഭാര്യയെ ഇളയ മകൻ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ജീവനെടുക്കുകയായിരുന്നു. 8 വർഷം മുൻപ് ഇളയ മകൻ അമ്മയെ വെട്ടിക്കൊന്ന ശേഷം ജീവനൊടുക്കി. ഇപ്പോൾ മൂത്ത മകൻ അച്ഛനെ വെട്ടിക്കൊന്നു. ഇരുവരും മാനസിക പ്രശ്നമുള്ളവരും ലഹരിക്ക് അടിമകളുമായിരുന്നു. അശോകനെ മകൻ സുധീഷ് മുൻപും ആക്രമിച്ചിട്ടുണ്ടെന്നാണ് നാട്ടുകാരും പോലീസും പറയുന്നത്. ലഹരിക്കടിമയായിരുന്ന സുധീഷിനെ ലഹരി വിമോചന കേന്ദ്രത്തിലെത്തിച്ച് ചികിത്സ നൽകിയിരുന്നു. കൊലക്കുപയോഗിച്ച കമ്പി മുറിയിൽ നിന്ന് കണ്ടെത്തി. കൊലപാതക ശേഷം നാട്ടുകാരും പോലീസും ചേർന്നാണ് സുധീഷിനെ പിടികൂടിയത്. അച്ഛനോട് സുധീഷിന് നേരത്തെ പകയുണ്ടായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് 18 കോഴിക്കോട്. താമരശ്ശേരി ഷിബില വധക്കേസിൽ പ്രതി യാസിർ കൊലപാതകത്തിനുപയോഗിച്ച കത്തി വാങ്ങിയ കടയിലെത്തിച്ച് തെളിവെടുത്തു. കൈതപ്പൊയിലെ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് കത്തി വാങ്ങിയത്. കടയിലെ ജീവനക്കാർ പ്രതിയെ തിരിച്ചറിഞ്ഞു. ബാലുശ്ശേരി എസ്റ്റേറ്റ് ജംഗ്ഷനിലെ പെട്രോൾ പമ്പിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഈ മാസം 29 വരെയാണ് പ്രതിയുടെ കസ്റ്റഡി. എറണാകുളം വൈപ്പിൻ ഗോശ്രീ ജംഗ്ഷനിൽ അനധികൃത സ്റ്റാളുകൾ പൊളിക്കുന്നതിനെതിരെ മീൻ വിൽപ്പനക്കാരുടെ പ്രതിഷേധം. ഹാർബർ വികസനത്തിനായി ഏറ്റെടുത്ത സ്ഥലത്തെ സ്റ്റാളുകളാണ് ഗോശ്രീ ഐലൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി പൊളിച്ചു തുടങ്ങിയത്. ചെറുകിട മീൻ വിൽപ്പനക്കാർക്ക് ഒഴിഞ്ഞു പോകാൻ 1 ദിവസത്തെ സാവകാശമാണ് നൽകിയത്. എന്നാൽ മറ്റൊരിടം നൽകാതെ ഒഴിഞ്ഞു പോകില്ലെന്നാണ് വിൽപ്പനക്കാർ പറയുന്നത്. ജിഡയുടെ കീഴിലുള്ള 18 സെന്റ് സ്ഥലത്തെ നിർമ്മാണ പ്രവർത്തികളാണ് ഇപ്പോൾ പൊളിച്ചു നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന ചെറിയ കടകൾ അത് പൂർണ്ണമായും പൊളിച്ചു നീക്കിക്കഴിഞ്ഞു. ചെറുകിട കച്ചവടക്കാർക്ക്, അതായത് ഇവിടെ സാധനങ്ങൾ കൊണ്ടുവന്ന് വിൽക്കുന്ന ചെറുകിട മത്സ്യ വിപണനക്കാർക്ക് ഇന്ന് 1 ദിവസത്തെ സമയം കൂടി നൽകിയിട്ടുണ്ട്. നാളെ ഇവരെ ഇവിടെ നിന്നും ഒഴിപ്പിക്കണം, അല്ലെങ്കിൽ ഇവരുടെ സാധനങ്ങളെല്ലാം പൂർണ്ണമായും ഇവിടെ നിന്ന് മാറ്റണം എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. വലിയ രീതിയിൽ പ്രതിഷേധമായിരുന്നു ഈ മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. GCDA പറയുന്നത് ഇവർക്ക് 2 മാസം മുൻപ് തന്നെ നോട്ടീസ് നൽകിയെന്നാണ്. പക്ഷെ ഇവർ പറയുന്നത് ഞങ്ങൾക്ക് അത്തരത്തിൽ നോട്ടീസ് നൽകിയിട്ടില്ല. ഒഴിയില്ലെന്ന് പറഞ്ഞാൽ ഒഴിയില്ല. എന്താണെന്ന് വെച്ചാൽ കുറച്ച് മീൻ എടുത്തിട്ടാണ് ഞങ്ങൾക്ക് വിശപ്പിനുള്ളത് മാത്രം ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് മാറാൻ പോകും. അല്ലാണ്ട് ഞങ്ങൾ ഇനി എവിടെ പോയി ജീവിക്കാനാണിത്? എവിടെ പോയി ഞങ്ങൾ ജീവിക്കും? ഇതില്ലാണ്ട് വീട്ടിൽ പോയിരുന്ന വല്ലതും പറ്റുമോ? ആര് തരും? ഇപ്പൊ മക്കളുടെ കാര്യമൊക്കെ അറിയാവുന്ന കാര്യമല്ലേ? അവര് കൊണ്ടുവന്ന് അവർക്ക് മക്കൾക്ക് കൊടുക്കാൻ ഞങ്ങളെ നോക്കുവോ? എനിക്കുള്ള ഹാർബറിന്റെ തുടർ വികസനത്തിന് എന്തായാലും അതിന് ഫ്രണ്ടിലുള്ള കടകൾ മാറ്റിയേ പറ്റുള്ളായിരുന്നു. അതൊരു വികസനം ഈ ഒരു നാടിന്റെ കൂടി ആവശ്യമാണ്. കാരണം കുറെ കാലങ്ങളായിട്ട് ഇവിടെയുള്ള ആളുകൾ ഈ കളമുക്ക് ഹാർബറിന്റെ വികസനത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടതി ഉത്തരവിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള ഒരു നിർമ്മാണ പ്രവൃത്തി പൊളിച്ചു നീക്കാൻ ജിഡ മുന്നോട്ട് വന്നത്. JCB ഉപയോഗിച്ച് പൂർണ്ണമായും ഇവിടെ ഉണ്ടായിരുന്ന കടകൾ പൊളിച്ചു നീക്കിയിരിക്കുന്നു. ജിഡയുടെ വിശദീകരണം അനുസരിച്ച് ഇവിടെ ഉണ്ടായിരുന്ന നിർമ്മാണ പ്രവർത്തികൾ അത് ഈ ഹാർബറിന്റെ വൈപ്പിൻ ഹാർബറിന്റെ നിർമ്മാണത്തിന് തടസ്സം നിൽക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഉണ്ടായിരുന്ന ഈ നിർമ്മാണ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നത് എന്നൊരു വിശദീകരണമാണ് അവർ നൽകുന്നത്. ക്യാമറമാൻ ധനേഷിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. ചിന്നക്കനാൽ 301 കോളനിയിൽ വീണ്ടും കാട്ടാന ആക്രമണം. വീട് തകർത്തു. പ്രദേശവാസിയായ ആനിയപ്പന്റെ വീടാണ് തകർത്തത്. ചക്കക്കൊമ്പനും കൂട്ടവുമാണ് വീട് ആക്രമിച്ചത്. കൃഷിയും നശിപ്പിച്ചു. വാളയാർ കേസിൽ പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് CBI കോടതിയുടെ സമൻസ്. അടുത്ത മാസം 25-ന് കൊച്ചിയിലെ CBI കോടതിയിൽ ഹാജരാകണം. 6 കുറ്റപത്രങ്ങളിലും മാതാപിതാക്കളെ CBI പ്രതി ചേർത്തു. എന്നാൽ യഥാർത്ഥ പ്രതികളിൽ എത്താൻ കഴിയാത്ത കാരണമാണ് തങ്ങളെ പ്രതി ചേർത്തതെന്ന് കുട്ടികളുടെ അമ്മ പ്രതികരിച്ചു. സമരസമിതിയുമായി ആലോചിച്ച് മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുമെന്നും കുടുംബം പറയുന്നു. അവർ ഞങ്ങളെക്കുറിച്ച്, അതായത് ഞാൻ പറഞ്ഞില്ല, അതിൽ ചുരുക്കം പറഞ്ഞില്ല, ഇപ്പോൾ CBI ഈ കുറ്റപത്രം ഇങ്ങനെ കൊടുത്തതിൻ്റെ പേരിൽ നമ്മളെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. യഥാർത്ഥ പ്രതികളെ ഇതിലൂടെ രക്ഷപ്പെടുത്തുക, ഞങ്ങളെ ഒറ്റപ്പെടുത്തുക, നമ്മളെ സഹായിക്കാൻ നിൽക്കുന്നവരുടെ മനസ്സിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുക. മാത്രമല്ല, ഞങ്ങൾ ഈ കുറ്റപത്രം ഇങ്ങനെ കൊടുത്തു എന്നറിയുമ്പോൾ നാണക്കേട് കൊണ്ട് കെട്ടിന്നെങ്കിൽ ചാവാനോ എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് അവർ വിചാരിച്ചു. അപ്പോൾ വളരെ ഋഷിതോടുകൂടി അവസാനിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ അവർ വിചാരിച്ചിട്ടുണ്ടാവും. അങ്ങനെ ചെയ്യാൻ ഞങ്ങൾ ഒരിക്കലും ഒരുക്കുമല്ല. ഞങ്ങൾ ഈ പ്രതി ചേർത്തതിൻ്റെ പേരിലാണെങ്കിൽ പോലും ഞങ്ങളുടെ മക്കളെ കൊന്നവരെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അതിന് ഏത് അറ്റം വരെയും ഞങ്ങൾ പോകാൻ തന്നെയാണ് തയ്യാറ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാർ നടത്തുന്ന സമരത്തിന് നേതൃത്വം നൽകുന്നത് SUCI അല്ലെന്ന് ഭാരവാഹികൾ. അനിശ്ചിതകാല സമരത്തിന്റെ 44-ാം ദിവസമാണ് ആരോപണങ്ങൾക്ക് SUCI മറുപടി നൽകിയത്. അതേസമയം സിനിമാ താരം സന്തോഷ് പണ്ഡിറ്റ് സമരവേദിയിൽ എത്തി 50,000 രൂപ ധനസഹായം കൈമാറി. ആശാ സമരം SUCI സമരമാണെന്ന ആരോപണം
CITU ഉൾപ്പെടെ ശക്തമാക്കിയ പശ്ചാത്തലത്തിലാണ് നിലപാട് വ്യക്തമാക്കി SUCI നേതൃത്വം രംഗത്തെത്തിയത്. ആശാ വർക്കർമാരുടെ സമരത്തിന് നേതൃത്വം നൽകുന്നത് സ്വതന്ത്ര ട്രേഡ് യൂണിയനാണെന്നും മറിച്ചുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നും നേതാക്കൾ. ജനസമരങ്ങളിൽ SUCI കമ്മ്യൂണിസ്റ്റ് ഇടപെടുന്നത് എന്തെങ്കിലും സങ്കുചിതമായ പാർലമെന്ററി താല്പര്യങ്ങൾ വെച്ചുകൊണ്ടല്ല. മറ്റൊന്ന്, നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ജനസമരങ്ങളിൽ ഇടപെട്ട് SUCI കമ്മ്യൂണിസ്റ്റ് എന്ന പേരിൽ ഒരു സവിശേഷമായ ക്രെഡിറ്റ് സ്ഥാപിച്ചെടുക്കുക, ഒരു അവകാശവാദം ഉന്നയിച്ച് സ്ഥാപിച്ചെടുക്കുക എന്ന ലക്ഷ്യവുമില്ല. സെക്രട്ടേറിയറ്റ് നടയിൽ MA ബിന്ദു ഉൾപ്പെടെ 3 പേർ നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരം 6ാം ദിനത്തിലേക്ക് കടന്നു. ആശാ വർക്കർമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് സമരവേദിയിലെത്തിയ ചലച്ചിത്ര താരം സന്തോഷ് പണ്ഡിറ്റ് സമരസമിതിക്ക് 50,000 രൂപയുടെ ധനസഹായം കൈമാറി. സഹായിക്കാൻ കഴിയാത്തവൻ സഹതപിച്ചിട്ട് കാര്യമില്ലെന്നും സന്തോഷ് പണ്ഡിറ്റ്. വെറുതെ വന്ന ഒരു ഐക്യദാർഢ്യം കൊടുക്കാൻ താല്പര്യമില്ല. എന്തെങ്കിലും ഒരു സഹായം ചെയ്യണമെന്നുണ്ട്. എനിക്കിപ്പോ ഞാനൊരു കോടീശ്വരനല്ല. അപ്പൊ നമുക്ക് നമ്മളെ പ്രായോഗിക ഇതിലിപ്പോ കുറച്ച് പ്രോഗ്രാംസ് കിട്ടി. ആ കിട്ടിയ പൈസ എടുത്ത് ഇവിടെ കൊടുത്താണ് ഒരു 50 രൂപ. അവർക്ക് 50,000 എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, പക്ഷെ എന്നാലും ചെറുതെങ്കിലും ചെറുത് കൊടുത്തുകൊണ്ട്. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ പ്രതിഷേധം കടുപ്പിക്കുമ്പോഴും സർക്കാർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായേക്കില്ലെന്ന സൂചനകളും ശക്തമാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 8,185, പവന് 65,480. 18 ക്യാരറ്റ് ഗ്രാമിന് 6,765, പവന് 54,120. വെള്ളി ഗ്രാമിന് 108, കിലോയ്ക്ക് 1,80,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം ആര്യ ചേരും.